ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഗൂഗിൾ ഡ്രൈവ് നമ്മുടെ ജിമെയിൽ ഒരു ഐ ഡി വെച്ച് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു ഐ ഡി വെച്ചിട്ട് നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ, ഗൂഗിൾ ഡ്രൈവിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഗൂഗിൾ ഡ്രൈവ് ഇങ്ങനെ ഫയലുകൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അതിനേക്കാളും നല്ല രീതിയിൽ രണ്ട് ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുറേ ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട്. രണ്ട് ഉപയോഗങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൂഗിളിൻ്റെ ഒരു ഫോൾഡർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്കിവിടെ സെർച്ച് ഓപ്ഷനിൽ കയറിയിട്ട് ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് നമുക്കിവിടെ കാണാം. അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഓപ്പണിൻ്റെ സ്ഥാനത്ത് അപ്ഡേറ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേഷനും കിട്ടും നമുക്ക്. ഇവിടെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ വരുന്നത്. ഇത് വളരെ 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 ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഏറ്റവും ആദ്യം നമുക്കിതിൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വളരെ ക്ലാരിറ്റിയിൽ PDF ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ന്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലസ് ബട്ടൺ കാണിക്കില്ലേ, അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫോൾഡർ കാണിക്കുന്നുണ്ട്, അപ്ലോഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് വളരെയധികം പണം ലാഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയാണ്. ഇവിടെ ഈ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഫോർമാറ്റ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ സ്കാൻ ചെയ്യാം. അപ്പോൾ ഏതൊരു സാധനം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ ഞാനൊരു ന്യൂസ് പേപ്പറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്നത്. പക്ഷേ നോക്കൂ, ഇവിടെ വളരെ ബ്രൈറ്റ് ആയിട്ട് നല്ല ലൈറ്റിൽ ഞാനൊരു ഇരുട്ടത്ത് വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. പക്ഷേ എങ്കിൽ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, ലൈറ്റ് ഇല്ല. അപ്പോൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ലൈറ്റ് ഇട്ട് ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നല്ല ഇരുട്ടുള്ളൊരു റൂമാണ്. പക്ഷേ ഇവിടെ നോക്കൂ, നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ഏത് ഇമേജ് ആണോ അല്ലെങ്കിൽ ഏത് പേപ്പറാണോ നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് അതൊന്ന് നമ്മൾ ഇതിലേക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് പോർട്രേറ്റ് ആക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് അനക്കാതെ ഒന്ന് കറക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക, ഏത് ഭാഗമാണ് എടുക്കേണ്ടതെന്നുള്ളത്. അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് ആ ഒരു ഫോട്ടോൻ്റെ താഴെ കാണുന്ന ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്. ഷെയ്ക്ക് ചെയ്യാതെ നമ്മൾ എടുത്താൽ മതി. ഇനി അത് നമുക്ക് ഒന്ന് കണ്ടില്ലേ, അത് സേവ് തന്നെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സേവ് ആയിട്ട്. ഇപ്പം മേലെ ഏറ്റവും ടോപ്പിൽ സ്കാൻ എന്ന് പറഞ്ഞാൽ PDF ഫോർമാറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇതേപോലെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് പിന്നെ PDF ആക്കി മാറ്റേണ്ടത് ആവശ്യമില്ല. ഒറ്റ ക്ലിക്കിൽ തന്നെ അത് സ്കാൻ ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കണ്ടില്ല, ഇവിടെ കളർ മോഡ് കാണിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. കളർ വേണ്ട എന്നുണ്ടെങ്കിൽ 2 കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിലോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്താൽ മതി. കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറി. ഇപ്പം നമുക്ക് കളർ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേലെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കളർ ഓപ്ഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ കളർ മോഡിലേക്ക് അത് മാറുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെച്ച് ഇനി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇനി അതിൻ്റെ തൊട്ടടുത്ത് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതല്ലേ റൊട്ടേറ്റ് മോഡിലാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. തൊട്ടടുത്ത് ക്രോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങളില്ലേ ഇവിടെ കറക്റ്റ് ഒരു 4 ആംഗിൾ വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് സൈസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് സൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഘടനയുള്ളത്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ക്രോപ്പ് ചെയ്യേണ്ടത് ആ രീതിയിലേക്കൊന്ന് കറക്റ്റായിട്ട് അതൊന്ന് സൈസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി ആ രീതിയിലേക്ക് നമുക്കത് കണ്ടോ കൃത്യമായിട്ടത് വരുന്നുണ്ട്. ഇനി നമുക്ക് സേവ് തന്നെ ഓപ്ഷൻ കൊടുത്താൽ മതി. സേവ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയൽ നെയിം ചോദിക്കുന്നുണ്ട്. ഏത് ഫയൽ നെയിമാണോ എന്ത് ഫയൽ നെയിമാണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇത് ഓട്ടോ ആയിട്ട് വന്നിരിക്കുന്നത്, ഇത് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഫയൽ നെയിം ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമുക്ക് താഴെ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ന്യൂ എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിരിക്കുകയാണ്, പേര് കൊടുത്തു. അതിനുശേഷം ലൊക്കേഷൻ മൈ ഡ്രൈവിലേക്കാണ്. അത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മൈ ഡോക്യുമെന്റ്സ് എന്നുള്ളതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സിലേക്ക് ഈ കാര്യങ്ങൾ സേവ് ആവുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അതിന് തൊട്ട് താഴെയായിട്ട് അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ Gmail അക്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിൽ എത്ര Gmail അക്കൗണ്ട് ഉണ്ടോ ഏത് Gmailലേക്കാണ് നമുക്ക് സേവ് ആവേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തൊട്ട മുകളിൽ കാണുന്ന സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ നെയിം കൊടുത്തു നേരെ മൈ ഡോക്യുമെന്റ്സിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ചു. അതിൻ്റെ ഡേറ്റ് അടക്കം നമ്മൾ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ആ സേവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഡോക്യുമെന്റ്സിലേക്ക് അത് സേവ് ആവുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നല്ല രീതിയിൽ സ്കാൻ ചെയ്യാൻ സാധിക്കും. നമുക്കൊരു 5 പൈസയുടെ ചിലവില്ല. എല്ലാവരും ഒന്ന് ചെയ്ത് മനസ്സിലാക്കി വെക്കുക.